മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 ഏപ്രിൽ 21 ചൊവ്വ. ആഗോളതലത്തിലെ കാലാവസ്ഥാ വ്യതിയാനം മുതൽ തദ്ദേശീയമായ നയവ്യതിയാനങ്ങൾ വരെ കൊടും ചൂടിന്റെ ഈ പുതിയ തരംഗത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. പൊള്ളുന്ന വേനലും കടന്നേ തീരും. കത്തിയാളുന്ന അത്യുഷ്ണത്തിൽ എരിപൊരി കൊള്ളുകയാണ് ഏതാനും ആഴ്ചകളായി കേരളം. രാപ്പകൽ ഭേദമില്ലാതെ അസഹനീയമായ ചൂട് മനുഷ്യരുടെയും പക്ഷിമൃഗാദികളുടെയും ദൈനംദിന ജീവിതത്തെ അസ്വാസ്ഥ്യത്തിലാക്കുകയാണ്. സംസ്ഥാനത്ത് ഇതുവരെയായി 40 ഡിഗ്രി സെൽഷ്യസിലധികം ചൂട് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഒട്ടുമിക്ക ജില്ലകളിലും താപനില ഉയർന്നു തന്നെ നിൽക്കുന്നു. കേരളം പകൽ രാത്രി വേർതിരിവില്ലാതെ കടുത്ത ചൂടിൽ വിറങ്ങലിക്കുന്നു. പുലർക്കാലത്ത് പോലും 30 ഡിഗ്രി സെൽഷ്യസിനോടടുത്ത താപനിലയാണ് അനുഭവപ്പെടുന്നത്. സൂര്യാസ്തമയ ശേഷവും ഈ ചൂടിന് ശമനം ലഭിക്കുന്നില്ല. ചുഴലിക്കാറ്റിന്റെ വിരുദ്ധ ദിശയിൽ കാറ്റുകൾ സഞ്ചരിക്കുന്ന ആന്റി സൈക്ലോൺ എന്ന പ്രതിഭാസമാണ് നിലവിലെ കൊടുംചൂടിന് നിമിത്തമായി പറയപ്പെടുന്നത്. കടൽ നിരപ്പിൽ നിന്ന് 3.5 മുതൽ 5 കിലോമീറ്റർ ഉയരത്തിൽ രൂപപ്പെടുന്ന ഈ ആന്റി സൈക്ലോണിന്റെ ഫലമായി ഭൂമിയുടെ ഉപരിതലത്തിലെ ചൂടുള്ള വായു ഉയരാൻ കഴിയാതെ മഴമേഘങ്ങൾ രൂപപ്പെടുന്നത് തടയപ്പെടുന്നു. ഇതുവഴി അന്തരീക്ഷത്തിൽ ചൂട് തങ്ങിക്കിടക്കുന്നതിനാൽ പകൽ രാത്രി ഭേദമില്ലാതെ ചൂട് കനക്കുന്നു. കേരളത്തിൽ സാധാരണയായി ലഭിക്കാറുള്ള വേനൽ മഴ വൈകിപ്പിക്കുന്നതിനും ഈ ആന്റി സൈക്ലോൺ കാരണമാകുന്നുണ്ട്. കഴിഞ്ഞ 2 ദിനങ്ങളിൽ സംസ്ഥാനത്തിന്റെ ചില ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട മഴ ലഭിച്ചെങ്കിലും ചൂടിന് കാര്യമായ കുറവുണ്ടായിട്ടില്ല. അടുത്ത 2-3 നാൾ കൂടി മഴ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും കടുത്ത വേനലിന് അതൊന്നും പ്രതിവിധിയാകാനിടയില്ല. രേഖപ്പെടുത്തി വരുന്നതിനെ തുടർന്ന് കാലാവസ്ഥാ വകുപ്പും ഭരണ സംവിധാനങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആഗോളതലത്തിലെ കാലാവസ്ഥാ വ്യതിയാനം മുതൽ തദ്ദേശീയമായ നയവ്യതിയാനങ്ങൾ വരെ കൊടുംചൂടിന്റെ ഈ പുതിയ തരംഗത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. പസഫിക് സമുദ്രത്തിൽ നിന്നുള്ള എൽനീനോ പ്രതിഭാസം മുതൽ തീരപ്രദേശത്തെ ഈർപ്പാന്തരീക്ഷം സൃഷ്ടിക്കുന്ന മാറ്റങ്ങൾ വരെ പുതിയ അസ്വാസ്ഥ്യജനകമായ കാലാവസ്ഥ പ്രവണതകൾക്ക് വഴിമരുന്നിടുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടെ കൊടുംചൂടും അപ്രതീക്ഷിത പ്രളയവും അടക്കം കേരളത്തിൽ സംഭവിച്ച കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാരണങ്ങൾ തേടി കയ്യകലത്തിനപ്പുറം പോകേണ്ടി വരില്ല. ദേശീയപാത വികസനത്തിന് വേണ്ടി കേരളത്തിൽ അങ്ങുന്നിങ്ങോളം പ്രകൃതിയുടെ മേൽ നാം കൈവച്ചതുൾപ്പെടെ എണ്ണിപ്പറയാൻ നിരവധിയുണ്ട് കാരണങ്ങൾ. പുതിയ വികസന കുതിപ്പ് വേണ്ടെന്ന് വയ്ക്കാനാവില്ല എന്നതുപോലെ തന്നെ അതിൻ്റെ സ്വാഭാവിക ഫലങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാനും കഴിയില്ല. കേരളത്തിൽ നാട്ടിൻപുറങ്ങളെക്കാൾ നഗരങ്ങളിലാണ് ചൂട് കൂടുന്നത്. അമ്പരചുംബികളടക്കം ചില്ല് പതിപ്പിച്ച വൻ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ, താറിട്ട റോഡുകൾ, കോൺക്രീറ്റ് ഉപരിതലങ്ങൾ എന്നിവ നഗരങ്ങളിലുണ്ടാക്കുന്ന കനത്ത ചൂടിന് അർബൻ ഹീറ്റ് ഐലൻഡ് അഥവാ നഗരതാപം എന്ന പേര് വന്നു കഴിഞ്ഞു. കേരളത്തിലത് ബാധിച്ച കൊച്ചിയിൽ മാത്രം കോൺക്രീറ്റ് വനങ്ങളും വ്യവസായ മേഖലകളും കൂടി സൃഷ്ടിക്കുന്ന ഹീറ്റ് പോക്കറ്റുകൾ കഴിഞ്ഞ ഏതാനും കൊല്ലങ്ങൾക്കിടയിൽ വൻതോതിൽ വ്യാപിച്ചു വരികയാണ്. 2 പതിറ്റാണ്ടിനിടെ കൊച്ചി നഗരത്തിലേക്ക് നിർമ്മാണ മേഖലകളിൽ 300% വളർച്ചയാണ് രേഖപ്പെട്ടത്. വയലുകളും കുളങ്ങളും തോടുകളും തണ്ണീർത്തടങ്ങളും അടങ്ങുന്ന പ്രകൃതിയുടെ കൂളിംഗ് സിസ്റ്റം തകർത്താണ് ഈ പുരോഗതി. തിരുവനന്തപുരം നഗരത്തിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടെ കോൺക്രീറ്റ് നിർമ്മാണങ്ങൾ 13 നിന്ന് 41% വർദ്ധിച്ചുവെന്നാണ് കണക്ക്. തണലും പച്ചപ്പും സമൃദ്ധിയുമായിരുന്ന ഇടങ്ങളാണ് കോൺക്രീറ്റ് സമുച്ചയങ്ങളായി മാറിയത്. കോഴിക്കോട് നഗരത്തിൽ കാറ്റിന്റെ സ്വാഭാവിക ഗതിയെ വൻ കെട്ടിടങ്ങൾ തടസ്സപ്പെടുത്തുന്നു എന്നാണ് പഠനം. കേരളത്തിലെ 3 പ്രമുഖ നഗരങ്ങളുടെ കഥ വെച്ച് പരിശോധിച്ചാൽ തന്നെ നമ്മൾ കൈവരിക്കാൻ തിടുക്കപ്പെടുന്ന പുരോഗതിയുടെ സ്വാഭാവിക മറുവശങ്ങൾ കാണാൻ കഴിയും. ഇനിയൊരു തിരിഞ്ഞു നടത്തം സാധ്യമല്ല. അതിനാൽ കനത്ത ചൂടും പ്രളയവും അടക്കമുള്ള പ്രകൃതിക്ഷോഭങ്ങളെ നേരിടുന്നതിനുള്ള പുതിയ വഴികൾ ആരായുകയേ നിവർത്തിയുള്ളൂ. അതിന് സർക്കാർ മുൻകൈയെടുക്കണം. ജനങ്ങൾ പുതുജീവിത രീതിയിലേക്ക് പാകപ്പെടുകയും വേണം. എരിപിരി കൊള്ളുന്ന ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ആളുകൾ വഴിതേടുന്നത് വൈദ്യുതിയുടെ ഉയർന്ന ഉപഭോഗത്തിന് വഴിവെച്ചിട്ടുണ്ട്. വൈദ്യുതി ഉപഭോഗം സർവ്വകാല റെക്കോർഡിലാണ് എത്തി നിൽക്കുന്നത് എന്ന് കണക്കുകൾ പറയുന്നു. കൂടുതൽ വൈദ്യുതി ലഭ്യമാക്കാൻ യൂണിറ്റിന് 10 രൂപ വരെ വിലയുള്ള വൈദ്യുതി വാങ്ങാനുള്ള അനുമതിക്കായി KSEB റെഗുലേറ്ററി കമ്മീഷനെ സമീപിച്ചിരിക്കുന്നു. ഫാൻ, AC എന്നിവയ്ക്ക് പുറമെ നിലവിലെ ആഗോള യുദ്ധാന്തരീക്ഷത്തിൽ പാചകവാതകത്തിന് ക്ഷാമം നേരിട്ടതോടെ ഇൻഡക്ഷൻ കുക്കർ അടക്കമുള്ള ബദൽ സംവിധാനത്തിലേക്ക് നീങ്ങിയതും വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കാനിടയാക്കി. പവർ കട്ടില്ലാത്ത 10 വർഷങ്ങളുടെ മേനി പറയുന്ന സംസ്ഥാന സർക്കാർ അവകാശവാദം അഭിമാന പ്രശ്നമായെടുത്ത് പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ അനുഭവം പലപ്പോഴും വിപരീത ദിശയിലാണ്. ജനജീവിതം ദുരിതപ്പെടാതിരിക്കാനുള്ള വഴിയൊരുക്കാനുള്ള പ്രാഥമിക ബാധ്യത ഗവൺമെന്റിന് തന്നെയാണ്. അതുപോലെ ജനവും പരിസ്ഥിതി മാറ്റങ്ങൾക്ക് അനുസൃതമായി ജീവിതശൈലിയിലും മാറ്റിപ്പിടിച്ചേ മതിയാവൂ. താപനില ഉയരുന്നത് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ചർമ്മ, വയറിളക്ക, നേത്രരോഗങ്ങൾ, ചിക്കൻ ബോക്സ്, മഞ്ഞപ്പിത്തം തുടങ്ങിയവ പടരുന്നതായി വാർത്തകളുണ്ട്. അന്തരീക്ഷത്തിലെ ഈർപ്പവും അൾട്രാവയലറ്റ് സൂചികയും ഉയരുന്ന പകൽ 11 മുതൽ 3 വരെയുള്ള ജോലി സമയത്തിൽ മാറ്റം, ധാരാളം വെള്ളം കുടിക്കുന്ന ശീലം, വെള്ളം ധാരാളം അടങ്ങിയ പഴങ്ങളും പച്ചക്കറി സാലഡുകളും കൂട്ടിയ ഭക്ഷണക്രമം, അങ്ങനെ പ്രകൃതിയുടെ തരവും നേരവും അനുസരിച്ച് അതിനിണങ്ങുന്ന ജീവിതശൈലിയിലേക്ക് പരുവപ്പെടുകയാണ് ഏത് പൊള്ളുന്ന സാഹചര്യവും അതിജീവിച്ച് ആരോഗ്യകരമായി മുന്നോട്ട് പോകാനുള്ള മാർഗം.
മാധ്യമം പോഡ്കാസ്റ്റ്.